നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. അർജന്റീന ആരാധകരും മറ്റെല്ലാ രാജ്യങ്ങളുടെ ആരാധകരും ഈ നിലയിലേക്ക് മലയാളി ഫുട്ബോൾ ആരാധകർ രണ്ട് ചേരിയായോ? ഈ സംശയം ബലപ്പെടുത്തുന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയ ചർച്ചകൾ. പൊരിഞ്ഞ അടിയാണ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ. അർജന്റീന ആരാധകർ ഒരു വശത്ത്, മറുവശത്ത് ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ ആരാധകരിൽ ഭൂരിപക്ഷവും ഈ നിലയിലാണ് പോര് നടക്കുന്നത്. അർജന്റീന ആരാധകരെ അരകളെന്ന് വിളിക്കുമ്പോൾ ബ്രസീൽ ആരാധകരെ ഇതുവരെ മഞ്ഞകൾ എന്നായിരുന്നു. എന്നാൽ ഇപ്പോഴത് സാമ്പാർ മുന്നണിയായെന്നാണ് സോഷ്യൽ മീഡിയ പരിഹാസം. മലയാളി ഫുട്ബോൾ ആരാധകർക്കിടയിൽ മതമായി മാറിയ രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ. അത് അർജന്റീനയും ബ്രസീലുമാണ്. ഏറ്റവും കൂടുതൽ മലയാളി ആരാധകരുള്ളതും ഈ രണ്ട് രാജ്യങ്ങൾക്കുമാണ്. കപ്പടിക്കാൻ ശേഷിയുള്ള രണ്ട് രാജ്യങ്ങൾ എന്ന നിലയിലും സമീപകാലത്ത് ചാമ്പ്യൻ പട്ടത്തിൻ്റെ ചരിത്രം അവകാശപ്പെടാനുള്ള രണ്ട് രാജ്യങ്ങൾ എന്ന നിലയിലും അർജന്റീനയ്ക്കും ബ്രസീലിനും ധാരാളം ആരാധകരുമുണ്ട്. ഈ ആരാധകർ തമ്മിലേതു രാജ്യമാണ് കേമൻ എന്ന തരത്തിലുള്ള തർക്കങ്ങളുമുണ്ട്. ഒരു കാലത്ത് പെലെയോ മറഡോണയോ കേമൻ എന്നതിലായിരുന്നു തർക്കമെങ്കിൽ പിന്നീട് അത് നെയ്മറാണോ മെസ്സിയാണോ മികച്ചവൻ എന്ന തരത്തിലേക്കൊക്കെ ചർച്ചകൾ മാറിയിട്ടുണ്ട്. ആരുടെ കളിക്കാണ് മികവ്, ആരുടെ കളിക്കാണ് അഴക്, ആരാണ് കവിത എഴുതുന്നത്, അങ്ങനെ പലതരത്തിലാണ് ഇത്തരം ചർച്ചകളൊക്കെ നടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 3 ലോകകപ്പുകളിലായി സെമി കടക്കാതെ ബ്രസീൽ പുറത്തു പോയതോടെ ബ്രസീൽ ആരാധകർ അർജന്റീനയ്ക്കെതിരെ ഏത് രാജ്യം കളിക്കുന്നോ ആ രാജ്യത്തിന് പിന്തുണ നൽകിയതോടെയാണ് ആരാധകരുടെ പോര് പിന്നെയും കടുത്തത്. ഇക്കുറി അതിലേക്ക് രാഷ്ട്രീയവും മതവും വരെ കടന്നു വന്നിട്ടുണ്ട്. റഫറിങ്ങിനെതിരെ വരെ നിരന്തരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്നുണ്ട്. മലയാളി ആരാധകർ രണ്ട് ചേരിയായി തിരിഞ്ഞു. അർജന്റീന ആരാധകരും മറ്റു രാജ്യങ്ങളുടെ ആരാധകരും.